ഓഗസ്റ്റ് 20 ചിങ്ങമാസത്തിലെ ചതയം ശ്രീനാരായണ ഗുരു ജയന്തി. വിവേകാനന്ദ സ്വാമികൾ കണ്ട ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കി മാറ്റിയ മഹാനായ ഋഷിയാണ് ശ്രീനാരായണ ഗുരു. ഭാരതീയ ദർശനത്തെ, ശ്രീശങ്കരന്റെ അദ്വൈത വേദാന്ത സാഗരത്തെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യാഖ്യാനിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന കർമ്മയോഗിയാണ് ഗുരുദേവൻ. ധർമ്മത്തെ ഇത്രയേറെ ലളിതമായ ഭാഷയിൽ വ്യാഖ്യാനിച്ച ഹിന്ദു സന്യാസി വര്യർ വേറെയില്ല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന്റെ സുഖത്തിനായി വരണം. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കേരളീയ സമൂഹത്തെ പഠിപ്പിച്ച നവോത്ഥാന നായകനാണ് ഗുരുദേവൻ. ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കുട്ടിയമ്മയുടെയും കൊച്ചുവിളയിൽ മാടന്റെയും മകനായി പിറന്ന നാണു. സിദ്ധരൂപം, ബാലപ്രബോധനം, അമരകോശം, തമിഴ്, സംസ്കൃതം, മലയാളം എന്നിവയിൽ പാണ്ഡിത്യം നേടി. കൂടാതെ ജ്യോതിഷവും വൈദ്യവും പഠിച്ചു ഗുരുദേവനായി. പിതാവിന്റെ മരണശേഷം നിത്യവും ഗ്രാമങ്ങളിൽ യാത്ര ചെയ്തു തുടങ്ങി. പിന്നീട് സന്യാസം സ്വീകരിച്ചു. സാമൂഹിക അസമത്വത്തിനും അനാചാരങ്ങൾക്കെതിരെയും ആത്മീയതയിൽ ഊന്നിയുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1888 ശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. എതിർത്തവരോട് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് വിളിച്ചു പറഞ്ഞു. ഗുരുദേവൻ ഒന്നും തകർക്കുവാൻ പോയില്ല. ആ മഹാതാപസന്റെ മുന്നിൽ എല്ലാം അലിഞ്ഞില്ലാതെയായി. മതസ്വാർത്ഥതയിൽ നിന്ന് തങ്ങളുടെ മതം മാത്രം ശരിയെന്ന് കരുതിയവരോടും സെമിറ്റിക് മതങ്ങളോടും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറഞ്ഞു. വസുദൈവ കുടുംബകം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നീ ഭാരതീയ ചിന്തകൾ പ്രചരിപ്പിച്ചു. ശിവഗിരിയിൽ സന്യാസി മഠം സ്ഥാപിച്ചു. ഗുരുദേവൻ ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് പല നവോത്ഥാന പ്രസ്ഥാനങ്ങളും പിന്നീട് ഉയർന്നു വന്നത്. രക്തം ചിന്താതെ, യുദ്ധങ്ങൾ നടത്താതെ ആ സന്യാസി വര്യൻ എല്ലാ മനുഷ്യനിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണെന്ന അദ്വൈത ചിന്ത ജനങ്ങൾക്കിടയിൽ വിതറി. സീനൂസ്, കോഴിക്കോട്.